എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നമ്മൾ ഇന്നിറങ്ങിച്ചെല്ലുന്നത് കാലങ്ങൾക്കപ്പുറത്തു നിന്നുള്ള ഒരു ജ്ഞാനസ്രോതസ്സിലേക്കാണ്. നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും വഴികാട്ടുന്ന ഒന്ന്. അതെ, 1954 ഏപ്രിലിലെ അഖണ്ഡ ജ്യോതി എന്ന അണയാത്ത ആ ജ്വാലയിൽ നിന്നുള്ള ദർശനങ്ങൾ. നമുക്ക് ഒരുമിച്ച് എന്താണെന്ന് നോക്കാം. ഈ വാക്കുകൾ നമുക്ക് സമ്മാനിച്ചത് മറ്റാരുമല്ല, ആദരണീയനായ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ്. അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ദർശനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഓരോ വാക്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ചിന്താശക്തിയാണ്. തന്റെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കല പഠിച്ചവന് സ്വന്തം വിധിയെ രൂപപ്പെടുത്താൻ കഴിയും. എങ്ങനെയുണ്ട്? നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ വിധിയെ തന്നെ മാറ്റിയെഴുതാൻ കഴിയുമെന്നാ പറയുന്നേ. അപ്പോ ഈയൊരു അപാരമായ ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വിശകലനം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചിന്തയുടെ ഘടനയെക്കുറിച്ച് സംസാരിക്കും. പിന്നെ യജ്ഞമെന്ന ജീവിതശാസ്ത്രത്തിലേക്ക് കടക്കും. അതിനുശേഷം ആത്മശുദ്ധീകരണത്തിന്റെ വഴികൾ, ലോകപരിവർത്തനത്തിനായുള്ള ഒരു ആഹ്വാനം, അവസാനം ഈ കാലഘട്ടത്തിനു വേണ്ട ജ്ഞാനം. ഇങ്ങനെയൊരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ ആദ്യത്തെ വിഷയം ചിന്തയുടെ വാസ്തുവിദ്യ. അതായത് നമ്മുടെ പുറമെയുള്ള ലോകം നമ്മുടെ ഉള്ളിലെ ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണെങ്കിൽ ആ ലോകം പണിയുന്ന ആർക്കിടെക്റ്റുകളാരാണ്? നമ്മുടെ ചിന്തകൾ തന്നെ. ഏതൊരു ആത്മീയ പുരോഗതിയുടെയും അടിത്തറ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നതാണെന്ന് ഈ പുസ്തകം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ്, അതിന്റെ പ്ലാൻ നിങ്ങളുടെ ചിന്തകളാണെങ്കിലോ? ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പിന്നില് നിങ്ങളുടെ ചിന്തകൾക്ക് എത്രത്തോളം പങ്കുണ്ട്? ഈയൊരു ചോദ്യം മാത്രം മതി നമ്മളെ ഈ വിഷയത്തിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇവിടെ നോക്കൂ, നമ്മുടെ മുന്നിൽ രണ്ട് വഴികളാണ് വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. ഒരു വശത്ത് അത്യാഗ്രഹം, കോപം, സ്വാർത്ഥത, അങ്ങനെയുള്ള വിനാശകരമായ ചിന്തകൾ. അത് നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ബന്ധനത്തിലേക്കും ദുരിതത്തിലേക്കും. എന്നാൽ മറുവശത്ത് നോക്കൂ, കരുണ, സേവനം, ധൈര്യം, ഇവയെല്ലാം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കും പുരോഗതിയിലേക്കുമാണ് നയിക്കുന്നത്. അപ്പോ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നുള്ളത് പൂർണ്ണമായും നമ്മുടെ കയ്യിലാണല്ലേ? ശരി, അപ്പോ നല്ല ചിന്തകൾ മനസ്സിലുണ്ടായി, അതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല. ആ ചിന്തകളെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും? അതിനുള്ള ഉത്തരമാണ് യജ്ഞം. പക്ഷെ ഒരു മിനിറ്റ്, യജ്ഞമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നൊരു ചടങ്ങ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു ജീവിതരീതിയാണ്, ഒരു ജീവിതശാസ്ത്രം തന്നെയാണ്. അപ്പോ എന്താണ് ഈ യജ്ഞം? യഥാർത്ഥത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്കായി നമ്മുടെ ജീവിതം തന്നെ സമർപ്പിക്കുക, അതാണ് യജ്ഞം. അത് വെറുമൊരു തീയുടെ മുന്നിലിരുന്നുള്ള കർമ്മമല്ല, മറിച്ച് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു സമർപ്പണമായി മാറുന്ന ഒരവസ്ഥയാണ്. ഈ യജ്ഞം എന്ന ജീവിതരീതിക്ക് 3 അടിസ്ഥാന തൂണുകളുണ്ട്. ഒന്നാമത്തേത് തപസ്, അതായത് ആത്മനിയന്ത്രണം. രണ്ടാമത്തേത് സേവ, ഒരു പ്രതിഫലവും ഇച്ഛിക്കാത്ത നിസ്വാർത്ഥ സേവനം. മൂന്നാമത്തേത് പ്രസാദം, നമുക്കുള്ള അറിവും കയ്യിലുള്ളതും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ മൂന്നും ഒന്നിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമായി മാറുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു യജ്ഞമയമായ ജീവിതം നയിക്കണമെങ്കിൽ നമ്മളതിന് തയ്യാറാവണ്ടേ? നമ്മുടെ മനസ്സിനെ അതിനായി ഒരുക്കേണ്ടതുണ്ട്, അല്ലേ? അതിന് സഹായിക്കുന്ന, നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ചില ദൈനംദിന പരിശീലനങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആത്മീയ വളർച്ചയുടെ 4 താക്കോലുകളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് സ്വാധ്യായം, എന്നുവെച്ചാൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക, സ്വയം പഠിക്കുക. രണ്ടാമത്തേത് സംയം, നമ്മുടെ ഇന്ദ്രിയങ്ങളെയും സംസാരത്തെയും ചിന്തകളെയുമൊക്കെ നിയന്ത്രിക്കുക. പിന്നെ വരുന്നത് ചിന്തനം, ഈശ്വരനെക്കുറിച്ചും നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും ധ്യാനിക്കുക. അവസാനമായി സേവ, നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ അവസരങ്ങൾ കണ്ടെത്തുക. ഈ 4 കാര്യങ്ങളും ചേരുമ്പോഴാണ് ആ പാത ശരിക്കും പൂർണ്ണമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതൊക്കെ എങ്ങനെ നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ ചെയ്യും? ഉത്തരം വളരെ ലളിതമാണ്: സ്ഥിരത. ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ നിന്ന് വളരെ ചെറിയൊരു സമയം, ഒരുപക്ഷെ കുറച്ചു മിനിറ്റുകൾ ഇതിനായി മാറ്റിവെച്ചാൽ മതി. തുടക്കം വളരെ ചെറുതാണെങ്കിലും വേണ്ടില്ല, പക്ഷെ അതെല്ലാ ദിവസവും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ആചാര്യജി പറയുന്നത്. ഇതുവരെയൊക്കെ നമ്മൾ സംസാരിച്ചത് നമ്മളെക്കുറിച്ചാണല്ലേ, നമ്മുടെ വ്യക്തിപരമായ വളർച്ചയെക്കുറിച്ച്. പക്ഷേ ഈ ആത്മീയ യാത്ര നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണോ? തീർച്ചയായുമല്ല. ഈ യാത്ര എങ്ങനെയാണ് സമൂഹത്തിന്റെ, ഈ ലോകത്തിന്റെ തന്നെ നന്മ എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നോക്കാം.
സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാതെ ഒരു വ്യക്തിയുടെ മോക്ഷം പൂർണ്ണമാവുകയില്ല. നാം മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടാണ് ഉയരുന്നത്. എത്ര മനോഹരമായ വാക്കുകളാണല്ലേ! അതായത്, നമ്മുടെ ആത്മീയത പൂർണ്ണമാകണമെങ്കിൽ അത് സമൂഹത്തിനു കൂടി ഉപകാരപ്പെടണം. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മറ്റുള്ളവരെ കൂടി കൈപിടിച്ചുയർത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആത്മീയ പാതയുടെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് വെറുതെ വ്യക്തിപരമായ മോക്ഷം നേടുക എന്നതല്ല, മറിച്ച് സ്നേഹവും കരുണയും നിറഞ്ഞ ഒരു പുതിയ ലോകം ഉണ്ടാക്കുന്നതില് ഒരു പങ്കാളിയാവുക എന്നതാണ്. അതിനെയാണ് യുഗനിർമ്മാണം എന്ന് പറയുന്നത്. ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ഈ യാത്ര മുഴുവൻ. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ കഴിയുക? 1954 ഈ അണയാത്ത ജ്വാലയിൽ നിന്ന് നമുക്കുള്ള പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാം. ചുരുക്കി പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്. 1. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക, കാരണം അതുവഴി നിങ്ങളുടെ വിധിയെ തന്നെ നിങ്ങൾക്ക് രൂപപ്പെടുത്താം. 2. നിങ്ങളുടെ ജീവിതം ഒരു യജ്ഞമാക്കി മാറ്റുക, അതായത് നിസ്വാർത്ഥമായ പ്രവൃത്തികളിലൂടെ ജീവിക്കുക. 3. എല്ലാ ദിവസവും സ്വയം നവീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. 4ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നിങ്ങളുടെ ഈ ആത്മീയ വളർച്ച ലോകത്തെ സേവിക്കാനും ഉയർത്താനും വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ ഈ വലിയ ജ്വാലയിൽ നിന്ന് ഏത് ചെറിയ തീപ്പൊരിയാണ് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നന്ദി.